Hello guys, welcome to Campus Reactions on season finale of Kerala Crime Season 2. Search for CPO Ambili. So the 5 எபிசோட் பார்த்துட்டோம். லாஸ்ட் எபிசோட் பேக் டு ஸ்கொயர் ஒன். எனக்கு இப்போ என்ன மாட்டேன்னா எனக்கு கொலை நீங்கள் சொன்னீங்கல்ல போன சீசன் வந்து கட்சியாக போனேன். எனக்கு கொலை பண்ணது கூட மாட்டேன். அம்புலி எங்கடா இருக்காரு, உயிரோட இருக்கானா, கொலை நடந்திருக்கா இல்லையா, பாடி இருக்கா இல்லையா, சஸ்பென்ஸ் வேற லெவலில் எடுத்துன்னு போகிறாங்க. ஆனால் எனக்கு இன்னொன்று தோணுது. என்ன தோணுதுன்னா, இவ்வளோ தூரம் நல்லா சஸ்பென்ஸாக எடுத்துட்டு லாஸ்ட் எபிசோடு இன்னும் 30 நிமிஷம் தான் இருக்குது, எல்லாத்தையும் போட்டாங்கன்னா ரொம்ப ஓவர் டம்ப் பண்ணிட்டாங்கன்னா அந்த மாதிரி தோணுது. பார்ப்போம் எப்படி இல்லை. ஸோ வந்து இந்த எபிசோடோட பேர் வந்து நோபல் ஸ்டேடியம் தியரி. அப்போ இது கன்க்ளூஷன் கிடையாதா தெரியல, சீசன் 3 தான் தெரியும் போல. ஓகே, நம்ம வந்து எபிசோட் 6 சீசன் ஃபினாலே கேரளா கிரைம் 2 ரியாக்ஷன். എതുടാ കാക്ക நிறைய வருதுல, அது വിരട്ടരുത്. ഞാനൊന്ന് പറഞ്ഞു നോക്കാം. ചുമ്മാ ഒരു കഥ. എന്ത് ചെയ്തിട്ടാന്നറിയില്ല, അയ്യപ്പൻ കാശൊപ്പിച്ചത് അമ്പിളിക്ക് കൊടുക്കാൻ വേണ്ടി. അയ്യപ്പൻ്റെ ഭാര്യയുടെ മൊഴി വെച്ച് നോക്കുമ്പം അമ്പിളി തന്നെ സജസ്റ്റ് ചെയ്ത വഴിയിലൂടെ അയ്യപ്പൻ ആ പറഞ്ഞ പോലെ എന്തോ തിണ്ണത്തര ഒപ്പിക്കുന്നു. ശേഷം കോയമ്പത്തൂർ പോയി മറിച്ച് വിറ്റ് കാശ് സംഘടിപ്പിക്കുന്നു. തിരിച്ച് അതേ കാറ് ഡ്രൈവ് ചെയ്ത് കേരളത്തിലെത്തുന്നു. ഇത്രയും നമ്മൾ കൺഫേം ചെയ്തിട്ടുണ്ടല്ലോ. സെൽവരാജൻ പറയുന്നതൊക്കെ പീരിമേഡ് സ്റ്റേഷനിൽ അന്വേഷിച്ചിട്ട് വെരിഫൈ ചെയ്തിട്ടുണ്ട്. അയ്യപ്പൻ ഓടിച്ച റിയോൺ കാറ് തിരിച്ച് ചെക്ക് പോസ്റ്റ് കടന്നതായി ഉറപ്പിക്കാനും പറ്റിയിട്ടുണ്ട്. ഓക്കെ, പൈസയുമായി വരുന്ന ആ വരവിൽ അയ്യപ്പനെ ആരോ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. അയ്യപ്പനെ പിടിച്ച് കുടഞ്ഞപ്പം അമ്പിളിയുടെ പേര് പുറത്തു വരും. രണ്ടുപേരും കൂടെ ഒപ്പിച്ചൊരു പണിയുടെ മറുപണിയാണിതെന്ന് തർക്കമൊന്നുമില്ലല്ലോ. അതേയാൾ തന്നെ കാറിലെ കാശുമായി ട്രിവാൻഡ്രത്തെത്തുന്നു. അമ്പിളിയെ തപ്പി அவர் நினச்சிட்டு ஃபாலோ பண்ணிட்டு അയ്യപ്പൻ പറഞ്ഞു വിട്ടതാണെന്നും പറഞ്ഞു. അയാൾ അമ്പിളിയെ സ്വയം പരിചയപ്പെടുത്തി കാണും. വിശ്വാസ്യത കൂട്ടാൻ അയ്യപ്പൻ ഏറ്റ പ്രകാരമുള്ള കാശ് കൊടുത്തിട്ടുണ്ടാവും. അയ്യപ്പൻ എന്ത് പറ്റിയതാന്ന് പറഞ്ഞാലേ അമ്പിളിയുടെ കാര്യത്തിൽ ഒരു മൂവ്മെന്റ് ഉണ്ടാകാൻ പോണുള്ളൂ. ഈ പറഞ്ഞ ഷെൽട്ടർ ഇൻസിഡന്റിലെ പോലീസ് നായുടെ മറ്റു വിവരങ്ങൾ തിരക്കിയിരുന്നു. டீமா அதனால உன் பொண்ணுக்கு ஃபோன் வாங்கி தரேன்னு கூட சொல்லி வாயில் ஏதோ மிழுங்கின மாதிரி காமிச்சாங்க. എത്ര പേരുണ്ടായിരുന്നു കാഷ്വാലിറ്റി? 10 കുറേ ഉണ്ടാവും. അത് നെട്ടോട്ടത്തിനിടയിൽ സംഭവിച്ചാണ് അതിലധികവും. അല്ലാണ്ട് ഡോഗിന് അതിന് റോളൊന്നും ഇല്ലായിരുന്നു. പിന്നെ പറയുമ്പെല്ലാം നമ്മുടെ അക്കൗണ്ടിൽ തന്നെ ചേർക്കുമല്ലോ. ടെറി അവൻ ആദ്യം വെറ്റിനറി സെന്ററിലേക്ക് കൊണ്ടുപോയി. CCDS ആണ് അസുഖം എന്ന് പറഞ്ഞപ്പോൾ ഡീഇൻഡക്ട് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ അവനെ ക്യാമ്പിലേക്ക് തിരിച്ചു കൊണ്ടുവന്നില്ല, റിട്ടയർമെന്റ് ഷെൽട്ടറിലേക്ക് അയച്ചു. CCDS മനുഷ്യന്മാരിലെ അൽഷിമേഴ്സ് പോലെ തന്നെ കോഗ്നിറ്റീവ് സ്കില്ലുകൾ മറക്കും. മാസ്റ്റേഴ്സിനെയും ട്രെയിനിങ്ങും ശീലങ്ങളും. അത് കഴിഞ്ഞിട്ട് ടെറിയെ കാണാനൊന്നും പോയില്ലേ? പിന്നെ ഹാൻഡ്ലേഴ്സായിട്ട് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നവരൊക്കെ ആയിട്ട് പോയി കണ്ടിരുന്നു. വല്ലാത്ത അവസ്ഥയായിരുന്നു. കണ്ണു കുഴിഞ്ഞ് മൗത്ത് മസിലൊക്കെ ആയിട്ട്. പിന്നെ അതിൻ്റെ ഭാഗ്യം കൊണ്ടാണോന്ന് അറിയില്ല, അധികം കാലം വേണ്ടി വന്നില്ല. ഒരു ദിവസം കാലത്ത് നോക്കുമ്പോൾ ആള് പോയി. எந்த நாயடா சாவச்சான் தெரியல. பரவாயில்ல, ஆனாலும் நாயை சாவச்சிட்டேன். പോലീസ് ഫോട്ടോഗ്രാഫറുടെ വിഷ്വൽസ് കാണുമല്ലോ. നെക്സ്റ്റ്. ഹലോ സർ, സീൻവാ ഹസറിന്റെ കോപ്പിയും ഫോട്ടോസും ഉണ്ട്. ഓക്കെ. ആ വെറ്റിനറി സർജനെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ സാർ. അവരുടെ പേരെന്താ? പേര് ഞാൻ ഓർക്കുന്നില്ല. ഒരു ലേഡി ഡോക്ടറായിരുന്നു. കോപ്പി എടുത്ത് വെച്ചതേ തെറ്റ്. അതും പോരാ, ഞാൻ ഡിപ്പാർട്ട്മെന്റ് പ്രോപ്പർട്ടി നീ ഏതോ അപ്പുറത്തൊരാളെ കാണിച്ച് നിന്റെ ലൈസൻസ് കിട്ടി ഇനി ഒറ്റ കാര്യം മതി. സോറി സാർ, അവർ കേസിന്റെ കാര്യമൊന്നും പറഞ്ഞിരുന്നില്ല. ഡോഗിനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറാ ആ മ്യൂസിയേഷ്യ നടന്ന സമയത്ത് അതിന്റെ ടെമ്പറാമെന്റ് എങ്ങനെയാണെന്ന് അറിയണമെന്നേ പറഞ്ഞുള്ളൂ. കോടതി വഴി ഫയൽ കിട്ടാൻ കാത്തു നിന്ന് വൈകിയ ട്രീറ്റ്മെന്റും വൈകുന്നു പറഞ്ഞു. പട്ടിയാണെങ്കിലും ഒരു ലൈഫിന്റെ കാര്യമല്ല സാർ. ഷെൽട്ടറിൽ കൊണ്ടുവന്ന ടൈം തൊട്ടേ ടെറി കാര്യമായിട്ടൊന്നും കഴിക്കുന്നില്ലായിരുന്നു. കഴിക്കേണ്ടതാണെന്ന് അതിന് മനസ്സിലാവാത്തോണ്ടും ആയിരിക്കും. കൊടുക്കുന്നതൊക്കെ ചിലപ്പോൾ അങ്ങ് തട്ടിയെറിയും. പോകെ പോകെ അനീമിക്കായി, ലതാർജിയായി. എവിടുന്നോ വിഴുങ്ങിയതായിരിക്കും എന്ന് മനസ്സിലായി. ഒരു പിൻ ഹോൾഡർ പോലെയാണ് തോന്നിയത്. ஆமாம், அந்த இதில் வாய் வச்சு ഇതിൽ டேபிள் ഈ കോയിൻസും സ്റ്റോൺസ് ഒക്കെ പോലത്തെ പൊട്ടുപൊടി സാധനങ്ങളൊക്കെ മിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ട് അന്നത്തെ ആ പുകിലിൽ. யாரும் கவனிக்கலடா அது. ഇതും വിഴുങ്ങിയതാവണം. ഇത് ഡോഗിന്റെ സ്പ്ലീൻ ഭാഗമാണ്. ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ്
ഡയറക്റ്റ് ആയിട്ട് സ്പ്ലീൻ ഏരിയയിലേക്ക് വരാൻ യാതൊരു സാധ്യതയില്ല. ഈ പിൻ ഹോൾഡറിന്റെ അറ്റം കൂർത്തതാണല്ലോ, അത് വയറ്റിലുണ്ടാക്കിയ മുറിവ് കൂടെ ഈ സാധനം സ്പ്ലീൻ ഏരിയയിലേക്ക് എത്തിയതായിരിക്കും. ഫോട്ടോഗ്രാഫറുടെ വിഷ്വൽസ് കണ്ടിട്ടാണ് ഞാൻ സംശയം ക്ലിയർ ചെയ്തത്. പിന്നെ പോലീസിലുണ്ടായിരുന്ന ഒരു ഫ്രണ്ട് വഴി മ്യൂസിയത്തിൽ നിന്ന് പോയ സാധനങ്ങളുടെ ലിസ്റ്റ് ഒപ്പിച്ച് നോക്കിയപ്പോൾ ഉറപ്പുപോയി റോബറിക്കിടെ തറയിൽ എവിടെയോ മിസ്പ്ലേസ്ഡ് ആയതായിരിക്കണം. പക്ഷേ പോലീസ് ഫയൽസിൽ മോഷണം പോയ സാധനങ്ങളുടെ കൂട്ടത്തിലാണ് ഇത് ലിസ്റ്റ് ചെയ്തിരുന്നത്. 17th സെഞ്ചുറിയിലെയോ മറ്റോ ആയിരുന്നു. ഗവൺമെന്റിന് അതിന് നല്ല സ്റ്റേക്ക് ഉണ്ടാവും തോന്നി. അങ്ങനെ തോന്നിയത് സാർ, ആ റിംഗ് എന്തോ പ്രിവിലേജ് പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്തു. സർക്കാർ ഏറ്റെടുത്ത് ഡച്ചുകാർക്ക് ഹാൻഡ് ഓവർ ചെയ്യാനിരുന്നതാണെന്നാണ് മ്യൂസിയംകാർ പറഞ്ഞത്. അവർ സെൻട്രൽ ഗവൺമെന്റുമായിട്ട് അതിന്റെ കടലാസ് പണികളൊക്കെ തീർത്ത് വെച്ചിരുന്നതാ. പിൻ ഹോൾഡർ വയറ്റിലായിരുന്നുകൊണ്ട് എനിമ കൊടുത്ത് എങ്ങനെയോ അത് പുറത്തെടുക്കാൻ പറ്റി. പക്ഷേ ഈ റിംഗ് റിക്കവർ ചെയ്യണമെങ്കിൽ സർജറി മാത്രമേ ഒരു വഴി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തെ സിറ്റുവേഷനിൽ ഡോഗിന് അത് ലൈഫ് റിസ്ക്കാണ്. ഗവൺമെന്റിന് കാര്യങ്ങളൊന്നും വൈകിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഹെൽത്ത് അൺഫിറ്റ് ആയിട്ട് സർവീസിൽ നിന്ന് പിരിഞ്ഞ ഓൾമോസ്റ്റ് ആകാറായ ഒരു ഡോഗിന്റെ കാര്യത്തിൽ ഗവൺമെന്റിന് എന്ത് കൺസേൺ തോന്നാനാണ്? അതുകൊണ്ട് ഒരു യൂത്തനൈസിൻ പെറ്റിഷൻ വരെ ഡോഗിന് കിട്ടുമെന്ന് എനിക്ക് തോന്നി സർ. പക്ഷെ അപ്പോഴും ആരെ അറിയിക്കാതെ വെച്ചതിനെ ന്യായീകരിക്കാൻ പറ്റുന്നില്ല ഡോക്ടറെ. അറിയിക്കരുതെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഡോഗിന്റെ ഹെൽത്ത് ഒന്ന് സ്റ്റേബിളായി സർജറിക്ക് ഓക്കെ ആവുന്നവരെ വെയിറ്റ് ചെയ്യാമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ വേറെ ഉദ്ദേശമൊന്നുമില്ല. വേറെ എന്ത് ഉദ്ദേശിക്കാനാണ് സർ? ഒരു എക്സ്റേയിൽ കണ്ട സാധനത്തിന്റെ ജാതകവും ചരിത്രവും നോക്കിപ്പോയ ഡോക്ടറുടെ ആ ശുഷ്കാന്തി ഉണ്ടല്ലോ, അതെനിക്കങ്ങോട്ട് സാറേ, സ്പ്ലീനിലായി സാധനം തങ്ങിക്കിടന്നേ. ഇത് എന്ത് ടൈപ്പ് സാധനമാണെന്നെങ്കിലും അറിഞ്ഞാ സർജറിയുടെ ഏർജൻസി എങ്കിലും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യായിരുന്നു. MRI ഒന്നും കൊണ്ടുപോയി എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല ഡോഗ്. ഞാൻ പിന്നെ വേറെ എങ്ങനെ അറിയാനാ? അത്രയെങ്കിലും ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി മാത്രം സാറി പറഞ്ഞ എക്സ്റേയും ജാതകവും ചരിത്രമൊക്കെ. ആ ലേഡി ഡോക്ടർ തനിച്ചാണോ വന്നത്? അല്ല, കൂടെ അവിടുത്തെ ഡ്രൈവർ ഉണ്ടായിരുന്നു. അയ്യപ്പൻ. പേരറിഞ്ഞൂടാ, ഒരു 10-60 വയസ്സുള്ള ഒരാളാ. ഷെൽട്ടറിലെ എല്ലാ കാര്യത്തിനും അയ്യപ്പൻ തന്നെയാണ് കൂടെ വരാറ്. ഡിസ്പെൻസറിൽ കൊണ്ടുപോകാനും എക്സ്റേ എടുക്കാനും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളായിട്ട് തന്നെയാണ് 2 വർഷം എനിക്ക് തോന്നിയത്. അയാളവിടെ കാണിച്ച് തെമ്മാടിത്തരം വല്ല അറിഞ്ഞായിരുന്നോ? പിന്നെ എന്താ നിങ്ങളതപ്പോ പുറത്തു പറയാറുന്നത്? ആദ്യമേ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കാത്തോണ്ട് നടപടി ഉണ്ടാവുമെന്ന് പേടിച്ചു സർ. Gentle, affectionate music. Music. Subtitly. Gentle, affectionate music. സ്റ്റേഡിയം തിയറി തന്നെ. നോബൽ സ്റ്റേഡിയം തിയറി. പ്രവീണെ കിടന്നായിരുന്നോ? ഇല്ലില്ല, പറഞ്ഞോ. നീ ആ ഡോഗ് സ്ക്വാഡ് ഇൻചാർജിനെ വിളിച്ചിട്ട് ടെറിയുടെ ഹാൻഡ്ലറിന്റെ ഡീറ്റെയിൽസ് എടുക്കണം. രാവിലെ തന്നെ എടുക്കാം. എത്ര മാസാ സസ്പെൻഷൻ? 6. കഴിഞ്ഞാൽ തിരിച്ച് സ്കൂളിലോട്ട് തന്നെയാണോ? അയ്യോ ഇല്ല, പാരൻറ് സർവീസിലോട്ട് തിരിച്ചു പോകാമെന്ന് എഴുതി കൊടുത്തിട്ട് ഇറങ്ങി. പാർട്ട്ണർ ഡോഗിൻ്റെ കാലാവധിയും നമ്മുടെയും സെയിമാ. അവരുടെ തീരുമ്പോൾ കൂടെ നമ്മുടെയും തീരും. തുടരണമെങ്കിൽ പുതിയൊരു ഡോഗിനൊപ്പം ഹരിയാനയിൽ പോയിട്ട് വീണ്ടും ട്രെയിൻ ചെയ്യണം 9 മാസം. പിന്നെ അത് മാത്രമല്ല സർ, വീണ്ടും ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കാൻ വയ്യ. സ്ക്വാഡിൽ 8 വർഷം തികയുമ്പോഴാണ് ഒരു ഡോഗ് റിട്ടയർ ആവുന്നത്. 8 വർഷം എന്ന് പറയുമ്പോൾ ഓർത്തോണം, ഫുൾ ഡേ ഫുൾ നൈറ്റ് ഒപ്പമാണ്. കൊണ്ടു നടന്ന ഹാൻഡലർമാർ മിക്കവരും ലാസ്റ്റിൽ അങ്ങ് ഡൗൺ ആവും. പിന്നെ ടെറിയുടെ കാര്യത്തിൽ ഇമാതിരി ഒരു ട്രാജഡി ആയിപ്പോയി. ഒരിക്കൽ ഞങ്ങൾ കാണാൻ പോയിരുന്നു ആ റിട്ടയർമെൻറ്റ് ഷെൽട്ടറിൽ. പക്ഷേ ഞങ്ങളെ കണ്ട് ഓർമ്മ പോലും അവൻ കാണിച്ചില്ല. ടെറിയെ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യാനിരിക്കുമായിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു. അയ്യോ സാർ, അത് ഞാനല്ല, ജെയ്സ് മോനെ. എന്നെക്കാൾ കഷ്ടമായിരുന്നു അവൻ്റെ അവസ്ഥ. ടെറിക്ക് ഇങ്ങനെ ഓർമ്മക്കുറവിന്റെ പ്രശ്നമുണ്ടെന്ന് മുമ്പ് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ലേ? ജെയ്സ് മോനെ നേരത്തെ തന്നെ മനസ്സിലായിരുന്നു. കുറേ മുമ്പ് പോളച്ചിറയിൽ ഒരു കേസിന് വേണ്ടി പോയപ്പോൾ അവിടെ ടെറിയുടെ സൈഡിൽ നിന്ന് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായി. പക്ഷേ ജെയ്സ് മോൻ അത് റിപ്പോർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല. ട്രെയിനിങ് കൊടുത്ത് ശരിയാക്കാമെന്നായിരുന്നു അവൻ്റെ പ്ലാൻ. പക്ഷെ ഒരാൾ വീട്ടിൽ പന്നിപ്പടക്കം സൂക്ഷിച്ചത് ആരോ ഒറ്റിയതായിരുന്നു സംഭവം. ടെറി ശരിക്കും ഒരു ട്രാക്കർ ഡോഗാണ്. എക്സ്പ്ലോസീവ് ഡിറ്റക്ഷൻ കാറ്റഗറിയിലുള്ള ഡോഗ്സ് മാത്രമേ അങ്ങനെയുള്ള സാധനങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. ട്രാക്കർ ഡോഗായ ടെറി അന്ന് അവിടെ വെച്ചൊരു പന്നിപ്പടക്കം കടിച്ചെടുത്തു. ഞങ്ങൾ എത്ര ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടും അവൻ്റെ താഴെ ഇടുന്നുണ്ടായിരുന്നില്ല. 2 മിനിറ്റോളം അവൻ അത് വായിൽ കടിച്ചു പിടിച്ച് വെച്ചിരുന്നത്. ഇത്തിരും കൂടെ അമർത്തിയിരുന്നെങ്കിൽ അത് പൊട്ടിയനെ. റിപ്പോർട്ട് ചെയ്ത മെഡിക്കൽ ടെസ്റ്റ് നടത്തി ഡോഗിനെ പിരിച്ചുവിടുമെന്ന് ഉറപ്പായിരുന്നു. മെഡിക്കലി ഫിറ്റ് അല്ലെങ്കിൽ അങ്ങനെ തന്നെയല്ലേ വേണ്ടേ? സാർ, എനിക്കത് മനസ്സിലാവും.
പക്ഷെ ഇതൊന്നും പറഞ്ഞാൽ തലയിൽ കയറാത്ത ഒരു ടൈപ്പായിരുന്നു ജെയ്സ്മോൻ. ഒരിക്കൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് നിർബന്ധം പിടിച്ചതിന് പണ്ട് കോളറിൽ കയറി ഒരു പിടിപിടിച്ചു. സത്യം പറഞ്ഞാൽ അതിനുശേഷം സാറിന് അവനെ പരിചയമില്ലാത്തതുകൊണ്ടാ. വല്ലാത്തൊരു തരം ഒബ്സഷനാ. ஐயப்பன் வந்து பெரிய சாவு வச்சதுக்கு அவங்க சாவு வச்சுக்கிறாங்க. அம்பு ஐயப்பனை சாவு வச்சுக்கிறான். ஐயப்பனை சாவு வச்சுக்கிறான். இதனால இதுனா അമ്പിളി വന്നിരുപ്പാரு ഉള്ള പിക്ചറില് അമ്പിളിയെ വിളിച്ചിരുന്നോ? ഒരു 2 ദിവസം മുമ്പ് സംസാരിച്ചിരുന്നു. എന്ത്? പ്രത്യേകിച്ചൊന്നുമില്ല. വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വിളിച്ചതാ. ആളുടെ അഡ്രസ് ഉണ്ടോ? ഏകദേശം ഒരു ഐഡിയ ഉള്ളൂ. സ്കോട്ട് ക്യാമ്പിൽ വിളിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാം. ഇവിടെ ലാസ്റ്റ് വന്നിട്ട് 4-5 മാസമായി. മൊത്തത്തിൽ കാണുമ്പോ അങ്ങനെ ആളനക്കമില്ല. വീട്ടുകാർ ഞാൻ ഇവിടേക്ക് ഒന്ന് ചോദിച്ചു. ആൾക്കങ്ങനെ ഇവിടെ ഫാമിലി സെറ്റപ്പ് ഒന്നുമില്ല. എവിടെ പോയിരിക്കാനാണ് സാധ്യത എന്ന് മറ്റോ? ആള് കുറച്ച് ഔട്ടാന്ന് തോന്നുന്നു. ശരി തന്നെ, ഞാൻ വിളിക്കാം. ഓക്കെ ശരി. கேட்ட உடனே திருப்பி பார்த்தனே ஃபோன் ஆச்சு. ഹലോ ജെയ്സ്മോനെ, എവിടെ ഉണ്ട് അളിയ? വീട്ടിലുണ്ട്. എവിടെ, നാട്ടിലോ? അല്ല ഒന്നുമില്ല, നിന്റെ വിവരമൊന്നും ഇല്ലാത്തോണ്ട് വിളിച്ചാ. മെനഞ്ഞാന്നല്ലേ നമ്മൾ സംസാരിച്ചു? അതെ, എന്നാലും പിന്നെ വീട്ടിലെന്താ പരിപാടി? ഹലോ കട്ട്. താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച്ഡ് ഓഫ് ആണ്. ദയവായി അല്പസമയത്തിന് ശേഷം ശ്രമിക്കൂ. എന്തായി? അരൂരവൻ കാറ് പാർക്ക് ചെയ്യാൻ വന്ന ടൈമിൽ ആ ഭാഗത്തുണ്ടായിരുന്ന ഒരു ടാറിംഗ് തൊഴിലാളി ജെയ്സ്മോന്റെ ഫോട്ടോ കണ്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. பம்பளி எதுக்கு சாவச்சோன்னா அவனை தொடரும்னு போட்டு റിയർവ്യൂ മിററിൽ നിന്നും ഡ്രൈവർ സൈഡിലെ ഡോറിൽ നിന്നും ഫിംഗർ பெரிய പ്രിന്റ്സ് சொல்றது. ഇനിയിപ്പോ സപ്ലിമെന്ററി എവിഡൻസ് മാത്രമായാലും നിന്നോളും സാർ. ഈ അമ്പിളി രാജുവിന്റെ ഉപേക്ഷിക്കപ്പെട്ട ഫോണിലും അക്യൂസിന്റെ പ്രിന്റ് ഉണ്ട് സാർ. സൗണ്ട്സ് ഗുഡ്. എന്താണ് കറന്റ് സ്റ്റേറ്റസ്? നമ്പർ ലാസ്റ്റ് ആക്റ്റീവ് കലൂരിലായിരുന്നു. ട്രാഫിക്കിലും ഓൾ സ്റ്റേഷൻസിലും വിവരം കൈമാറി RPF-നെയും അറിയിച്ചിട്ടുണ്ട്. കീപ് മീ പോസ്റ്റഡ്. അപ്രീഷിയേറ്റ് യുവർ എൻതൂസിയാസം കൊറിയൻ. പക്ഷെ സഫീഷ്യന്റ് എവിഡൻസ് ഇല്ലാതെ നമുക്ക് ഈ സ്റ്റേഡിയം തിയറി ഫോർവേഡ് ചെയ്യാനാവില്ല. Obviously it's weird as it sounds. അതുകൊണ്ട് let's not blow this out into the public now. സാറ് കൺവിൻസ്ഡ് ഒക്കെയാണ്. പിന്നെ ഈ അസംഷനും തിയറിയും ഒക്കെ പേപ്പറിലാക്കേണ്ടി വരുമ്പോഴൊരു കൺസേണാ പുള്ളി. നമ്മൾ നമ്മുടെ ലോജിക്കും ചിന്തയും വെച്ച് വേറെ ചിന്തയ്ക്ക് മാർക്കിടുമ്പോഴല്ലേ കുഴപ്പം. സാർ തന്നെ ഇങ്ങനെ എത്രമാരെ കണ്ടിട്ടുണ്ടാവും. എത്തും പിടിയും തരാത്ത മനുഷ്യന്മാരില്ലേ. ഈ ജെയ്സ്മോനെ കിട്ടി അവന്റെ കൺഫെഷൻ എടുക്കുന്നവരെയുള്ള പ്രശ്നം കേട്ടോ. ശരി, ഞാൻ വിളിച്ചോളാം. ശരി സാർ. സസ്പെൻഡ് ചെയ്തതിനേക്കാളും അവനെ എഫക്റ്റ് ചെയ്തത് ടെറിയുടെ കണ്ടീഷനാണ്. എടാ നീ നാട്ടിൽ പോ. വെറുതെ ഇവിടെ റെന്റ് കളയുന്ന എന്തിനാ? അവിടെ ആരുണ്ടായിട്ടാ? ഒറ്റയ്ക്കാണ്ടുള്ള മെച്ച് ചെയ്തൊക്കെ ആരോടൊന്നും പറയാനും ബോധിപ്പിക്കാനും ഇല്ലല്ലോ. ശരി, കഴിഞ്ഞില്ലേ, വിട്. എന്ത് വിടാൻ? പെട്ടെന്നൊരു ദിവസം നിന്നെ ഞാൻ കണ്ടിട്ട് ആരെന്താന്നൊക്കെ ചോദിച്ചാ നിനക്ക് എന്താ തോന്നുന്നു? സ്കൂളിൽ നാട്ടിലൊക്കെ ഒരു ആവറേജ് ആയിരുന്നു. സ്കോഡി വന്നേ പിന്നെ എന്റെ പേരെങ്കിലും കുറച്ചൊരു ഓർക്കാൻ തുടങ്ങി. അപ്പോഴും ജെയ്സ്മോനല്ല, ടെറിയുടെ കൂടെ വരുന്ന ജെയ്സ്മോൻ. അതാണ് കെയർ ഓഫ് മേൽവിലാസം. എടാ ഞാൻ ഓപ്ഷൻ നോക്കട്ടെ. ഈ സസ്പെൻഷൻ ഒരു വിഷയമായിരിക്കില്ലേ? ഞാൻ ബാബു സാറിന്റെ അടുത്തും സംസാരിക്കട്ടെ. പുള്ളി ഒരു കവറിംഗ് ലെറ്റർ വെച്ച് എഴുതിയാ നടക്കൂലേ? ഈ റിട്ടയർഡ് ഡോഗ്സിന് താല്പര്യമുള്ള ഹാൻഡ്ലേഴ്സ് കൊണ്ടുപോകാറുണ്ട്. ഈവൻ ലാസ്റ്റ് ഇയർ പോലും അവിടെ മുമ്പുണ്ടായിരുന്ന ഒരു പവിത്രൻ സാറ് അൽസേഷൻ അഡോപ്റ്റ് ചെയ്തിരുന്നു. അതൊക്കെ റിട്ടയർഡ് ഡോഗ്സിന്റെ കാര്യം. സിക്ക് ഡോഗ്സിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു വകുപ്പുണ്ടോന്നായിരുന്നു സംശയം. എടാ നീ സിമ്പതി മാത്രം വെച്ച് നോക്കല്ലോ കേട്ടോ. ഒന്നാമത് മേയ്ക്കാൻ വലിയ പാടാ. അതിനിടയിലാണ് ഈ അസുഖവും. ഇപ്പോൾ കുടുംബത്തിൽ ആർക്കെങ്കിലും വന്നിട്ട് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കാം. ഇതിപ്പോൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ തിന്നണോ ഉരയ്ക്കണമെന്ന് പോലും എന്നെ അറിഞ്ഞൂടാ, നിന്നെ അറിഞ്ഞൂടാ. പിന്നെ എന്തിനാ വെറുതെ? ചാച്ചനാ വീട്ടിലോട്ട് ആദ്യമായിട്ടൊരു പട്ടിയെ കൊണ്ടുവരുന്നു. ചാച്ചനെ പറ്റി സാറിനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? ആ ഷാപ്പിലെ പാട്ടൊക്കെ പറഞ്ഞതല്ലേ? ഒരു ദിവസം ഷാപ്പിൽ നിന്ന് പാട്ടും കഴിഞ്ഞു വരുന്ന വഴിക്ക് കിട്ടിയതവന്. കറുത്തിട്ടാ ഒരു കുഞ്ഞൻ.
വൈകിട്ട് 6 മണിയാകുമ്പോൾ പണിക്കാരെയും കൊണ്ട് ജീപ്പ് കവലിലെത്തും. ഫുൾ ഫിറ്റിലാ ചാച്ചൻ കളത്തിലിറങ്ങും. പിന്നെ കവലയിലുള്ളവർക്കൊക്കെ ഒരു ഷോയാ. ഒരു ദിവസം ചാച്ചൻ വരുമ്പോൾ കാണുന്നത് നാട്ടുകാരെല്ലാം കൂടെ ഒരു പാമ്പിനെ തല്ലിക്കൊല്ലുന്ന. എല്ലാരും ഭൂമിയുടെ അവകാശികളാണ് ആ നായിന്റെ മക്കളെന്നും പറഞ്ഞ് കയറി ഒരു നിപ്പായിരുന്നു. ആരോ പാമ്പിനെ എറിഞ്ഞ കല്ല് ചാച്ച പുറം കൊണ്ട് അതെടുത്ത്. പാമ്പ് ചത്തെന്ന് കണ്ട് നാട്ടുകാർ നിർത്തി. ചാച്ചനുണ്ടോ നിർത്തുന്നു. തട്ടടയെന്നോ മറ്റോ കുറച്ച് പാല് വാങ്ങി ഒരു കുഞ്ഞിന് കൂട്ടുന്ന പോലെ പാമ്പിന്റെ വായിലേക്ക് ഇറ്റിറ്റ് കൊടുത്തോണ്ടിരിക്കുക. കുറച്ചേരം കഴിഞ്ഞപ്പോ പാമ്പ് ഒരു പിടക്കല്. നാട്ടുകാർ പിന്നെയും കല്ലെറിയാൻ തുടങ്ങിയപ്പോ ചാച്ചൻ അതിനെ നേരെ എടുത്തിടില്ല ഷട്ടിന്റെ ഉള്ളിലേക്ക്. മുള്ളു നിറച്ച് ഞെട്ടുന്ന പോലെ പിടയ്ക്കുന്ന കണ്ടു 1-2 വട്ടം. വായിന്ന് പതയും ചോരയൊക്കെ വരുന്നുണ്ട്. നിലത്ത് വീണ് കിടന്നിട്ടു ആൾക്കാർക്കൊന്നും പേടിച്ചിട്ട് അടുക്കാൻ പറ്റണ്ടേ. ഷട്ടിന്റെ ഉള്ളിൽ ഇപ്പോഴും പാമ്പ് കിടക്കല്ലേ. ആരും എന്റെ കൈ പിടിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങോട്ട് ഓടാണ്ടിരിക്കാനായിരിക്കും. പക്ഷെ ടിപ്പു ഒരു കൂസലും ഇല്ലാണ്ടൊരു ഓട്ടമായിരുന്നു ചാച്ചന്റെ അടുത്തേക്ക്. ഷട്ടിന്റെ ഉള്ളിൽ നിന്ന് പാമ്പ് ചീറ്റിട്ട് പോലും അവനൊരു ഇഞ്ചടുത്തത് മാറിയിട്ടില്ല. കരഞ്ഞുകൊണ്ട് നിന്ന് എന്നെ ആരോ പിടിച്ചു മാറ്റുന്നത് വരെ ഞാൻ കണ്ടതാ. ചാച്ചന്റെ കിടപ്പും അവന്റെ കൊരയും. നമുക്ക് എന്തെങ്കിലും പറ്റുമ്പോ അവര് നമ്മൾ വിട്ടിട്ട് പോകുന്നില്ലല്ലോ സാറേ. ഞാൻ എത്തി. ഓക്കെ ഓക്കെ ഓക്കെ. ജസ്വാന്, ഡോഗിന്റെ ഹെൽത്ത് ഒക്കെ ഇത്തിരി പ്രശ്നമായിരുന്നു. ഫുഡൊന്നും ശരിക്കും കഴിക്കണില്ലായിരുന്നു. രാവിലെ ആയപ്പോഴത്തേക്കും ഡെത്തായി. അതറിയാത്തോണ്ടല്ല സാർ, അത് ഞാൻ ഓൾറെഡി ചെയ്തല്ലോ. പക്ഷെ ഞാൻ പറയുന്നതിന്റെ സീരിയസ്നെസ് സാർ ഒന്ന് മനസ്സിലാക്ക്. ഇനിയിപ്പോ നിങ്ങൾ ഇവിടെ നിന്നിട്ട് ഇനി ഇവിടുത്തെ പ്രൊസീജിയേഴ്സ് ആയിരിക്കുമല്ലോ, അറിയാലോ. മനസ്സുണ്ടായിട്ടല്ല, പക്ഷെ ഡെത്ത് നാച്ചുറൽ ആണെന്ന് സർട്ടിഫൈ ചെയ്യാൻ നല്ല പ്രഷർ ഉണ്ടായിരുന്നു. ഈ ഹാൻഡ്ലർ ജെയ്സ്മോനെ ഡോക്ടർക്ക് നേരത്തെ തൊട്ട് അറിയോ? പരിചയമുണ്ട്. എങ്ങനെ? സ്കോട്ട് ക്യാമ്പിൽ 3-4 തവണ വാക്സിൻ എടുക്കാൻ പോയപ്പോൾ കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ ദിവസം നിങ്ങൾ തമ്മിൽ സംസാരിച്ചോ? ജെയ്സ്മോൻ അഡോപ്ഷൻ വന്നായിരിക്കും അല്ലേ? നിൽക്കണ്ട, അഡോപ്റ്റ് ചെയ്യാനൊന്നും ഇവിടെ ആരും ബാക്കിയില്ല. അതിന് അവരെ തന്നെ കുഴിച്ചിട്ടുള്ളൂ. മാം എന്താണ് മാം ശരിക്കും? മാം പ്ലീസ് മാം. യുവർ ഫോൺ. ജെയ്സ്മോനോട് ഒരൊറ്റ തവണ പറയാം, ഞാനിത് ഒരു പേപ്പറിൽ എഴുതി തരാനും പോകുന്നില്ല, ഒരു എൻക്വയറിക്കും വന്ന് സ്റ്റേറ്റ്മെന്റും തരാൻ പോകുന്നില്ല. ഇവിടുത്തെ ഒരു ഡ്രൈവർ, അയാൾ ഒപ്പിച്ച പണിയാണ്. தெரிஞ்சுக்கிது போல அந்த ஸ்கேன்ல டாக்டர் ஸ்கேன் எடுத்தாங்கன்னா அதை தெரிஞ்சுக்கிது போல. அதை எடுக்கிறதுக்கு வந்துக்கிறான் காசுக்கு. எப்படி கொண்டு வந்துட்டாங்க? கருப்பா காட்டணும் நம்ம எல்லாம். എനിക്ക് അവിടുത്തെ ലൊക്കേഷൻ ഒന്ന് അയച്ചേക്കണേ. ഞാൻ ഇപ്പൊ തന്നെ അയച്ചു. പിന്നെ ആ ഭാഗത്ത് കളിക്കുന്ന ബ്രോക്കർമാരെ ആരെങ്കിലും കണക്ട് ചെയ്താൽ ചിലപ്പോൾ ഗുണമുണ്ടാവും. ഓക്കെ ഓക്കെ, ഞാൻ നോക്കാം. അടുത്തല്ലോ മോനെ. അവൻ വൈപ്പിൻ ഭാഗത്ത് എവിടെയോ സ്റ്റേ ആയിരുന്നു എന്നാ വിവരം. ഓ അടിപൊളി.
അവിടുത്തെ ലോഡ്ജും ഹോട്ടലൊക്കെ ഷാഡോ പാർട്ടി സെർച്ച് ചെയ്യുന്നുണ്ട്. ഇവന്റെ കേസിൽ ലോഡ്ജിനൊക്കെ ചാൻസ് കുറവാടാ. ഒന്നാമതേ പബ്ലിക് കണക്ഷൻ അധികം വരാതിരിക്കാൻ നോക്കുമല്ലോ. അതെ, അതുകൊണ്ട് ഞാൻ അവിടുത്തെ ചെറിയ വാടക വീടിന്റെ സെറ്റപ്പ് ഒക്കെ ഡീറ്റെയിൽസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോ കാണിച്ചോ? ആൾ ഐഡന്റിഫൈ ആയിട്ടുണ്ട്. നിങ്ങൾ വന്നിട്ട് മൂവ് ചെയ്യാൻ നേരത്തെ നിന്ന് ബൈ റോഡ് നമുക്ക് ചുറ്റാം. ഇവിടുന്ന് ഇപ്പം ബോട്ട് എളുപ്പം. വാ. സാറേ അവൻ തൂങ്ങിക്കുവോ? മിസ്സായി പോയല്ലോ നോബിൾ. உண்மையான கதையோட அது அவனுக்கு தான் பொழுதுடா. 2 பேரும் கட் பண்ணி நாய் போட்டு വേഗം വാ സാറേ. സാറേ எடுத்துருக்கா ഉണ്ട് സാറേ. കെട്ടയക്കാൻ പറ്റുമോ നോക്ക്. ഒരുപക്ഷെ അയാൾക്ക് ഇനി ആരോടൊന്നും പറയാനില്ലായിരിക്കാം. വെയിറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഒപ്പീനിയൻ ഇല്ല സർ. എല്ലാ കേസിലും കൺഫെഷൻ ഉണ്ടായാൽ മാത്രമേ കംപ്ലീറ്റ് ആവുന്നില്ലല്ലോ. സ്റ്റേഡിയത്ത് ജെയ്സ്മോന്റെ പ്രസൻസ് കൺഫേം ചെയ്യാൻ പറ്റിയ 2-3 വിറ്റ്നസ് കൂടി കിട്ടിയാൽ വുഡ് ബി ചെറി ഓൺ ദ കേക്ക്. ടേക്ക് എക്സ്ട്രാ കെയർ ഓൺ ദ ചാർജ് ഷീറ്റ്. ആവശ്യം വരാണെങ്കിൽ എക്സ്പെർട്സിനെ എവിടെ നിന്ന് വേണമെങ്കിലും വിളിപ്പിച്ചോളൂ. எவிடன்ஸ் ரெடி பண்ணிட்டாங்க. எதுக்கு இவரை இது பண்ணுறதுக்கா? ஆமாம், ஸ்டோரி டிரைவ் பண்ணுறாங்க. இது நடந்துச்சு, இது நான் பண்ணேன் அப்படின்னு சொல்லி കൺഫെഷൻ സ്റ്റോറി ரெடி பண்ணிட்டு സൈൻ. കേസ് എഴുതി ചേർത്തേ മതിയാവും. ഉള്ളത് മുഴുവൻ ഊഹങ്ങളായിരുന്നല്ലോ. അത് തന്നെ എഴുതി വയ്ക്കാനായിരുന്നു നിർദ്ദേശം. ഊഹങ്ങൾ എത്രത്തോളം ശരിയാണെന്ന് ഉറപ്പില്ലെങ്കിലും ശരിയാണെന്ന് വിശ്വസിക്കാൻ പ്രേരിപ്പിച്ചൊരു കാഴ്ച അന്ന് അവിടെ വെച്ച് ഞാൻ കണ്ടു. அது நான் எல்லாம் வருமா? சாங் கூட சொன்னது. ஆனா இது இதில் எழுத முடியல. Square. So, finale Kerala Grand Falls 2 வேற லெவல். நோபல் ஸ்டேடியம் தியரி. ஆனா எனக்கு ஒரே ஒரு இதுதான் ரிக்ரெட் தான். ஆனா அப்படியே மாறிச்சு பாரு. நம்ம வந்து கொண்டு வந்து எல்லாத்தையும் மாறி நானா அதனா பப்ளிக்கா டிஸ்ப்ளே பண்ணிருக்கேன். ஆனால் யாரும் இது பண்ணி ஒரு நாய்க்காக வாடகை பண்ணுறீங்க அப்படின்னு தான் சொல்லியிருப்பாங்க. ஆனால் அது அவனுக்கு மட்டும் தான் அந்த எமோஷன் நம்ம ஜான்விக் மாதிரி
ஃபர்ஸ்ட் 5 எபிசோடு வரைக்கும் நம்ம ஒரு 2 கேரக்டர்ஸ் மேல சர்ச் ஃபார் அம்பலி. தேர்ட் எபிசோடா 4th எபிசோட் வந்து வேற லெவல் பிகவே போயிடுச்சு. அப்படியே டாப் கியர் போட்டு தூக்கிட்டேன். இப்போ வந்து டாகோட ஸ்டோரி உள்ள வந்துச்சு, அதுக்கப்புறம் பயங்கரமா கனெக்ட் ஆயிடுச்சு. அந்த ஃபிளாஷ்பேக்கே நம்ம இவர் ஐயப்பன் நினைச்சிருந்தோம்டா. டக்குனு வந்து ஜெய்ஸ்போன் ஒரு கேரக்டர் எபிசோட்ல இருக்கு. இவ்வளோ என்னடா அவனுக்கு நான் இது பண்ணி அந்த ரிங்கை எடுத்துன்னு போய் இப்போ வந்து அந்த ரிங்கை எடுத்துருக்காரு, சேல் பண்ணதுக்கு போறாரு. அப்போ இவர் எப்படி இது வந்தார? ஏன்னா இப்போ வந்து நடுவில் வந்து இவனுக்கு ஐயப்பன் வந்து அவன் போயிட்டு கோயம்புத்தூர்ல போயிட்டு அந்த ரிங்கை வித்துட்டு காசோட வந்துன்னு இருக்கான். அந்த மிச்சம் எல்லாத்தையும் வித்துட்டு காசோட வந்துன்னு இருக்கான். வரும்போது தான் ஒரு கை காட்டினான் லிஃப்ட்டுக்கு. அப்போதான் வந்து இவன் ஜெய்மோன் வந்து லிஃப்ட் கேட்டிருக்கான். லிஃப்ட் கேட்டு மிரட்டும் போது இந்த டீட்டெயில்ஸ்லாம் வந்துருக்கும். ஏன்டா இதை பண்ண அப்படின்னும் போது இந்த மாதிரி எனக்கு ஃப்ரெண்டு அம்புலின்னு ஒருத்தருக்கான், அவனுக்காக காசு கொடுக்க போனேன். ஸோ வந்து அவனுக்கு பிரச்சனை இல்லைன்னா நீ நாயை கொண்டு இருக்க மாட்டல அப்படின்ற ஒரு டவுட் கொஸ்டின் 2 பேரையும் மட்டை பண்ணிட்டுக்கிறான். வேற லெவல்ட்டு வரும். அவனுங்களை சாவடிச்சு நாய்க்கே போட்டுருக்கான். நானும் அந்த நினைச்சிக்கோ அந்த நாய் செத்ததுலாம் மருந்து அந்த ஆஃபீஸர்லாம் மறைச்சாரு எல்லாரையும் போட்டுட்டு இருக்கோம். நல்ல எமோஷனலாக இருந்துச்சு. அது வந்து ஃபைனல் வாக் இருந்துச்சு. அது வந்து ட்ரையம்த் வாக் மாதிரி இருந்தது. அது வந்து ஆடியன்ஸு ப்ளஸ் அந்த 2 கேரக்டர் அவர் கூட இல்லை, இவருக்கு வந்து அது ரியலைஸ் ஆகும். ஏன்னா இப்போ இவர் அந்த போலீஸ் பார்த்துன்னு வச்சுக்க நோபுல், அவர் வந்து வேற ஏதோ டிபார்ட்மெண்ட்ல இருந்து ஃபர்ஸ்ட் கேஸ் இது. அவருக்கும் வந்து நாயை பார்த்து இவர் வந்தோடனே நாயை பார்த்து வாழ். ஏன்னா அதுக்கு முன்னாடி ஒரு ஷாட் வச்சிருந்தாங்க. அவர் போயிட்டு அவரோட அந்த ராபியா அதை இதுவும் வால் அடிச்சு. டாக்ஸ் வந்து எப்பவுமே வந்து பிடிச்சவங்களுக்கு மட்டும் தான் அந்த டெய்ல் வேகிங் இருக்கும். அதனால வந்து கரெக்டா இவருக்கும் புரிஞ்சிச்சு. ஏன்னா இவர் ஃபுல்லா ஸ்பெகுலேஷன் தான் எல்லாத்துக்குமே போனாரு. கரெக்டா நாய் வந்து ஒரு ஈவெண்ட் கரெக்டா தான்டா பண்ணியிருக்கான்னு இவருக்கு ஒண்ணு. இவர் அந்த நாயை பார்த்தோன்னே அப்படிதான் நம்மளும் ஜெயிச்சிட்டோம் அப்படின்ற மாதிரி 2 பேரும் ஒரு ஸ்மைல் விட்டாங்க. அவர் வேற லெவல் அருமையா இருந்துச்சு சீரிஸ். நம்ம எண்டிங் சிரான எண்டிங் பண்ணலாம். நாய்க்காக பண்ணலாம் சார். ராஜன் பண்ணலாம் சார், நான் பண்ணுவேன் சார். அதான் சொன்னல, அவர் பாவம் அவர் வந்து இது பண்ணிட்டாங்க. அவர் பண்ணது கரெக்ட். நாயினாலதான் காசுக்காக தானே நாயை சுத்திங்க, நான் நாய்க்கு உன்னை சாப்பாடா போட்டுறேன் அப்படின்னு சொல்லிட்டாங்க. அவன் ஐயப்ப சாகணும் எப்படின்னு தெரியல. அதுதான் சாப்பிடும் பொண்ணு அப்பா எப்போ வந்து ஃபோன் வாங்கி தருவான்னு தெரியலையே அடிச்சு. இப்போ சுத்தமா எதுவே இல்லைல்ல எவிடன்ஸ் ஃபுல்லா நாய். அதனாலதான் வந்து ஒரு ஸ்டோரி சார் இவங்களே வந்து பண்ணுவாங்க, எவிடன்ஸ் ரெடி பண்ணுவாங்க. ஏன்னா இப்போ அவன் வந்து நான் இல்லைங்க நான் ஜெய்மோன் வந்து நான் இதை பண்ணலங்க அப்படின்னு சொன்னான்னு வச்சுக்கோங்க, கேஸ் வேற மாதிரி போயிடும். ஏன்னா வந்து அவன் பண்ணலன்றான், நீ பண்ணன்னு சொல்ற, என்னடா இது போயிட்டு ஆக்சுவல் ரிப்போர்ட்ஸ் எடுத்துடுவா, ஆக்சுவலாக நான் இது எடுத்துடுவான்னு சொல்லுவாங்க. ஆனா வந்து இப்போ அவன் எதுவுமே சொல்ல. இப்போ இவங்களுக்கும் தெரிஞ்சிச்சு ஓகே இவன் பண்ணியிருக்கான், ஆனால் பேச வேணாம்னு நினைக்கிறேன். ஏன்னா இதுக்கப்புறம் அவனுக்கு எந்த ஒரு எய்முமே இருக்காது. ஆனால் இது படமாக பண்ணியிருந்தா சூப்பராக இருக்கும். நிறைய சீன் தூக்கிட்டு நல்லா வேற லெவலில் பண்ணிடலாம் படம். ஆனால் இப்போ எல்லாம் ஃபர்ஸ்ட் எபிசோட திங்க் பண்ணும்போது எல்லாமே கரெக்டாக அலைன் ஆகுது. நாய் சாப்பிட்டது, இவங்க கூட போனது எல்லாம். அதாவது கிளைமேக்ஸ் இதுக்கு அங்கே வச்சாங்க ஜீனியஸ். இது டிஷர்ட்ல ஸ்கூபிடு வேற போட்டுருக்கான். அவன் வேற நாய் வச்சிருக்கான். அது கரெக்டாக பீகில் தான் வச்சு ஹைலைட் இருக்குன்னா அது அப்படிதான் படுக்கும். இப்போ மற்ற லைன்லாம் நீ பார்த்துன்னு வச்சுக்க சைட்ல அது கை 2 முன்னாடி கால் 2 முன்னாடி. ஆனால் சோம்பேறான நாயிடா 10 நிமிஷம் விளாச்சுன்னா 20 நிமிஷம் நாக்கு. ஸோ நல்ல ஒரு சீரீஸ் பார்த்துருக்கோம். சொல்லி 1 வந்து இங்கே இருக்கு, 2 வந்து இங்கே இருக்கு. இந்த மாதிரி பண்ணிடலாம். ஒர்த்து நம்ம கமெண்ட்ஸ் நிறைய வந்துச்சு பார்த்தியா, பாருங்க சூப்பராக இருக்குது. வேறு லெவலில் இருந்துச்சு சீரீஸு. ஸோ வந்து நம்ம அடுத்து என்ன சீரீஸ் பார்க்கலாங்கிறது நீங்கள் சொல்லுங்கள். ஒரு சீரீஸ் ஏதோ கமெண்ட் பண்ணாங்க, அது பேர் தான் எனக்கு வந்து போச்சு. ஸோ நல்ல சீரீஸ் இதே மாதிரி எதாவது நல்ல சீரீஸ் இருந்தால் வந்து சஜஸ்ட் பண்ணுங்கள், நம்ம வந்து பார்க்கலாம். அதுக்கு வந்து கொரியன் சீரீஸ்லாம் பண்ணுங்க சொல்லிட்டேன் நான். ஸோ ஓகே கைஸ், நம்ம வந்து இன்னொரு வீடியோவில் அருமையான சீரீஸ் பார்க்கலாம். அதில் சரி வெற்றி பரத் சைனிங் ஆஃப்.